നമസ്കാരം. ഇന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം രാമരാജ്യ സങ്കല്പത്തെക്കുറിച്ചാണ്. രാമരാജ്യം എന്ന് പറഞ്ഞാൽ രാമന്റെ രാജ്യം എന്നാണ് താല്പര്യം. വാസ്തവത്തിൽ രാമരാജ്യം എന്തായിരുന്നു? രാമന്റെ രാജ്യം എങ്ങനെയായിരുന്നു? മഹാത്മാഗാന്ധി പറഞ്ഞിരുന്ന രാമരാജ്യം വാസ്തവത്തിൽ ധർമ്മത്തിൽ അധിഷ്ഠിതമായ ഒരു രാജ്യസങ്കല്പമായിരുന്നു. ശ്രീരാമചന്ദ്രനെ ഭഗവാനായി കാണുന്ന കോടിക്കണക്കിന് ആളുകൾ നമ്മുടെ ഭാരതത്തിൽ മാത്രമല്ല, ഭാരതത്തിന് പുറത്തു പോലും നിരവധിയാണ് ഉള്ളത്. ഭഗവാൻ എന്ന് പറഞ്ഞാൽ ഭഗവ ഗുണങ്ങൾ ഉള്ളയാളാണ്. ഭഗവ ഗുണങ്ങൾ എന്ന് പറയുമ്പോൾ 6 ഗുണങ്ങളാണ് അതിലടിസ്ഥാനമായിട്ടുള്ളത്. ധൈര്യം, വീര്യം, ഐശ്വര്യം, ശ്രീ, സമ്പത്ത്, അങ്ങനെയുള്ള 6 ഗുണങ്ങൾ. ഈ 6 ഗുണങ്ങളെയാണ് ഭഗവ അല്ലെങ്കിൽ ഭഗം അല്ലെങ്കിൽ ഭഗ എന്ന് സൂചിപ്പിക്കുന്നത്. ഈ 6 ഗുണങ്ങൾ അല്ലെങ്കിൽ ഭഗ ഉള്ളവനാണ് ഭഗവാൻ. ഈ 6 ഗുണങ്ങൾ അല്ലെങ്കിൽ ഭഗ ഉള്ളവളാണ് ഭഗവതി. 6 ഗുണങ്ങൾ ഉള്ളതിനെയാണ് ഭഗവ എന്നും സൂചിപ്പിക്കാൻ കാരണം. നമ്മളൊക്കെ കേട്ടിരിക്കും ഭഗവധ്വജം അല്ലെങ്കിൽ ഭഗവക്കൊടി. ഭഗവക്കൊടി എന്ന് പറഞ്ഞാൽ കാവി കൊടി, കാവി പതാക എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ ഭഗവ ഗുണങ്ങൾ, ഭഗവ ഉള്ളത് അല്ലെങ്കിൽ ഭഗമുള്ളതാണ് ഭഗവക്കൊടി. ഭഗ ഗുണങ്ങൾ ഉള്ളതാണ് ഭഗവക്കൊടി. അങ്ങനെ ശ്രീരാമചന്ദ്രനെ ഭഗവാനായി കാണുന്ന കോടിക്കണക്കിന് ആളുകളാണ് നമ്മുടെ ഭാരതത്തിലും ഭാരതത്തിന് പുറത്തുമുള്ളത്. അതുകൂടാതെ ശ്രീരാമചന്ദ്രനെ ഒരു മനുഷ്യനായി കാണുന്നു. രാമായണത്തിൽ മഹാകവി വാൽമീകി സൂചിപ്പിക്കുന്നത് ശ്രീരാമചന്ദ്രൻ വിഷ്ണുവിൻ്റെ അവതാരമായി നമ്മുടെ നാട്ടിൽ അവതരിച്ചു എന്നാണ്. അവതാരം എന്ന് പറഞ്ഞാൽ ഇറങ്ങി വന്നു എന്നാണ് അർത്ഥം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ഈ നാട്ടിൽ ഒരു ഉത്തമ മനുഷ്യനായി എന്നും വേണമെങ്കിൽ സങ്കല്പിക്കാം. ശ്രീരാമചന്ദ്രൻ ഉത്തമ മനുഷ്യനായിരുന്നു എന്ന് പറഞ്ഞാൽ എല്ലാ തലങ്ങളിലും എല്ലാ തരത്തിലും അദ്ദേഹം റോൾ മോഡലായിരുന്നു. ഒരു പുത്രനാണ് എന്നുള്ള നിലയിലാണെങ്കിലും, ഒരു മാതൃകാ ഭർത്താവായും ഒരു മാതൃകാ ഭരണാധികാരിയായും ഒക്കെ റോൾ മോഡലായിരുന്നു ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് ശ്രീരാമചന്ദ്രനെ കുറിച്ച് പറയുമ്പോൾ ശ്രീരാമചന്ദ്രൻ ഭാരതം കണ്ട ഏറ്റവും വലിയ ദേശാഭിമാനിയായിരുന്നു എന്ന് പറയാനും കാരണം, രാമായണത്തിൽ ശ്രീരാമചന്ദ്രൻ രാവണനുമായിട്ടുള്ള യുദ്ധം നമുക്കൊക്കെ അറിയാവുന്നതാണ്. രാമരാവണ യുദ്ധം കഴിഞ്ഞതിന് ശേഷം ലങ്കയിൽ ശ്രീരാമചന്ദ്രനും സീതാദേവിയും അതുപോലെ ലക്ഷ്മണനുമായിട്ടൊക്കെ ചുറ്റിക്കറങ്ങി സഞ്ചരിക്കുന്ന സമയത്ത് അവിടെയുള്ള സ്വർണ്ണ കൂമ്പാരങ്ങൾ കുമിഞ്ഞുകൂടി കിടക്കുന്നത് ദർശിക്കാൻ സാധിച്ചു. ആ സമയത്ത് ലക്ഷ്മണൻ പറഞ്ഞു, എന്തിനാണ് നമ്മളൊക്കെ ഇനി തിരിച്ച് അയോധ്യയിലേക്ക് പോകുന്നത്? നമുക്കിവിടെ ലങ്കയിൽ തന്നെ കഴിഞ്ഞുകൂടിയാൽ പോരെ എന്ന് ചോദിച്ച സമയത്താണ് ശ്രീരാമചന്ദ്രൻ പറഞ്ഞ മഹാവാക്യം, മഹദ്വചനം നമുക്കൊക്കെ സുപരിചിതമായി വരുന്നത്. പെറ്റമ്മയും പിറന്ന നാളും സ്വർഗത്തെക്കാൾ ഉപരിയാണ്. ജനനി ജന്മഭൂമിശ്ച സ്വർഗാദപി ഗരീയസി. അങ്ങനെ പെറ്റമ്മയും പിറന്ന നാളും സ്വർഗത്തെക്കാൾ ഉപരിയാണെന്ന് ശ്രീരാമചന്ദ്രൻ ഘോഷിച്ചത് എത്ര വർഷത്തിന് മുമ്പായിരുന്നു എന്ന് ചോദിച്ചാൽ ശ്രീരാമൻ്റെ ചരിത്രം ത്രേതായുഗത്തിലാണ്. ത്രേതായുഗം എന്ന് പറഞ്ഞാൽ 12,96,000 മനുഷ്യവർഷമാണ്. വാസ്തവത്തിൽ ആ സമയത്താണ് ശ്രീരാമചന്ദ്രൻ ജനിച്ച നാട്ടിനെക്കുറിച്ച്, പിറന്ന ഭൂമിയെക്കുറിച്ച് ഇങ്ങനെ ആക്രോശിച്ചതെന്ന് പറഞ്ഞാൽ ഈ ഭാരതം മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും വലിയ ധീര ദേശാഭിമാനി ആയിരുന്നു ശ്രീരാമചന്ദ്രൻ. അതുകൊണ്ടാണ് അയോധ്യയിൽ രാമനാണോ അവിടെ ഒരു സ്ഥാനം കൊടുക്കേണ്ടത്, അതോ ഭാരതം ആക്രമിക്കാൻ വേണ്ടി വന്ന വൈദേശിക വിപ്ലവകാരി, അക്രമകാരി ആയിട്ടുള്ള തീവ്രവാദിയായിട്ടുള്ള അവിടെ നിന്ന് മുസ്ലിം മുഗൾ പട്ടാളക്കാരെയും കൊണ്ട് ഈ ഭാരതം ആക്രമിക്കാൻ വേണ്ടി വന്ന ബാബർക്കാണോ അവിടെ സ്മാരകം ഉണ്ടാക്കേണ്ടതെന്നുള്ള പ്രശ്നമുണ്ടായത്? ആ സമയത്താണ് ഭാരതത്തിലെ ദേശീയവാദികളൊക്കെ ഒരുമിച്ച് ചേർന്നുകൊണ്ട് ഈ നാട്ടിൽ പിറന്ന് ഈ നാട്ടിൽ മരിച്ച ലോകം കണ്ട ഏറ്റവും വലിയ ദേശാഭിമാനിയായിരുന്ന ശ്രീരാമചന്ദ്രനാണ് സ്മാരകം ഉണ്ടാക്കേണ്ടത് എന്ന് പറഞ്ഞ് മുമ്പോട്ട് വരികയും അങ്ങനെ ശ്രീരാമചന്ദ്ര സ്മാരകം അവിടെ ഉയരാനും കാരണം, ആ ശ്രീരാമചന്ദ്ര ജന്മഭൂമിയിൽ
അവിടുത്തെ പ്രശ്നം പള്ളിയും ക്ഷേത്രവും തമ്മിലുള്ളതല്ല. ആർക്കാണ് സ്മാരകം? വിദേശിക്കാണോ ദേശീയതയെ പ്രതിനിധാനം ചെയ്യുന്ന ശ്രീരാമചന്ദ്രനാണോ? വൈദേശികതയും ദേശീയതയും തമ്മിലുള്ള പ്രശ്നമായിരുന്നു. അങ്ങനെയാണ് ദേശീയ പുരുഷനായിട്ടുള്ള ശ്രീരാമചന്ദ്രൻ അവിടെ സ്മാരകമുണ്ടാക്കാൻ കാരണമായി ഭവിച്ചത്. അങ്ങനെ ലോകം കണ്ട ഏറ്റവും വലിയ ദേശാഭിമാനിയായിരുന്നു ശ്രീരാമചന്ദ്രൻ. ശ്രീരാമചന്ദ്രൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ കാൽവെപ്പിലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മാതൃകാ പുത്രനായും അതുപോലെ മാതൃകാ ഭർത്താവായും മാതൃകാ ഭരണാധികാരിയും ആയും ഒക്കെ നമുക്ക് ദർശിക്കാൻ സാധിക്കും. ശ്രീരാമചന്ദ്രൻ്റെ അടിസ്ഥാനം ധർമ്മത്തിൽ അധിഷ്ഠിതമായ രാജ്യമാണ്. അതാണ് ധർമ്മരാഷ്ട്രം. നമ്മുടെ ഭാരതത്തിൽ എല്ലാ ഭാഷകളിലും രാമായണമുണ്ട്. ഭാരതത്തിന് പുറത്ത് പല വിദേശ രാജ്യങ്ങളിലും വിദേശ ഭാഷകളിൽ വരെ രാമായണം രചിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ രാമായണങ്ങളുടെയും അടിസ്ഥാനം, എല്ലാ രാമായണങ്ങളുടെയും ഉള്ളടക്കം ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ളതാണ്. 400 വർഷം മുമ്പാണ് തുഞ്ചത്ത് രാമാനുജൻ കേരളത്തിൽ രാമായണം രചിച്ചത്, അധ്യാത്മ രാമായണം രചിക്കപ്പെട്ടത്. ഈ അധ്യാത്മ രാമായണം വാസ്തവത്തിൽ 400 വർഷം മുമ്പ് 400 വർഷം കൊണ്ട് നമ്മുടെ കേരളത്തിൽ എല്ലാവർക്കും സുപരിചിതമാണെങ്കിലും 1982 എറണാകുളത്ത് നടന്ന വിശാല ഹിന്ദു സമ്മേളനത്തോടു കൂടിയാണ് കർക്കടക മാസം രാമായണ മാസമായി ആചരിക്കാൻ നമ്മൾ തീരുമാനിച്ചത്. അങ്ങനെ 1983 മുതൽ കേരളത്തിലെ എല്ലാ വീടുകളിലും വീടാന്തരം ഇന്ന് രാമായണ മാസം ആചരിച്ചു കൊണ്ടിരിക്കുകയാണ്. കർക്കടക മാസമായി കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം ഒരു ധർമ്മനിരതരായ പുതു തലമുറയെ, പുതിയ ജനങ്ങളെ വാർത്തെടുക്കലാണ്. അങ്ങനെയുള്ള ഒരു സാഹചര്യം ഈ രാമായണ പാരായണത്തിലൂടെ കർക്കടക മാസത്തിൽ നമുക്ക് സ്വായത്തമാക്കാൻ സാധിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ അടിസ്ഥാനം. ധർമ്മത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഒരു ധർമ്മരാഷ്ട്ര സ്ഥാപനമാണ് ശ്രീരാമചന്ദ്രൻ്റേത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, ശ്രീരാമചന്ദ്രൻ്റെ എല്ലാ കാര്യങ്ങളും ധർമ്മത്തിൽ അടിസ്ഥാനമായിട്ടുള്ളതായിരുന്നു. ഒരു മാതൃകാ പുത്രൻ എന്നുള്ള നിലയിലാണ് നമുക്കൊക്കെ അറിയാം, പണ്ട് ശ്രീരാമചന്ദ്രൻ്റെ പിതാവായിട്ടുള്ള ദശരഥൻ ദേവാസുര യുദ്ധത്തിൽ പങ്കെടുക്കുകയും ഒരു നില വന്നപ്പോൾ ദേവാസുര യുദ്ധത്തിൽ പരാജയപ്പെടും എന്നുള്ള ഒരു സാഹചര്യത്തിൽ തൻ്റെ പത്നിമാരിൽ ഒരാളായ കൈകേയി ആ സമയത്ത് സഹായിക്കുകയും ആ സഹായത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് വരം ആവശ്യപ്പെടുവാൻ അവസരം കൊടുക്കുകയും ചെയ്തു. അങ്ങനെയാണ് കൈകേയി 2 വരങ്ങൾ ആവശ്യപ്പെട്ടത്. ഒന്ന് ഭരതനെ രാജാവാക്കണമെന്നും രണ്ടാമത് ശ്രീരാമചന്ദ്രനെ 14 വർഷത്തേക്ക് കാനനവാസത്തിന് അയക്കണം. ഈ 2 വരങ്ങളാണ് ആവശ്യപ്പെട്ടത്. അങ്ങനെ ദശരഥൻ്റെ മൂത്ത പുത്രനായിട്ടുള്ള ശ്രീരാമചന്ദ്രന് പട്ടാഭിഷേകം രാജാവായി അഭിഷേകം ചെയ്യാനുള്ള ഒരു സാഹചര്യത്തിൽ എത്തിയപ്പോഴാണ് കൈകേയി ആ സമയത്ത് ദശരഥനോട് തനിക്ക് പണ്ട് തന്ന 2 വരങ്ങൾ ആവശ്യപ്പെട്ടത്. ആ വരങ്ങൾ, ഒന്ന് ഭരതനെ രാജാവാക്കണം, രണ്ടാമത്തത് ശ്രീരാമചന്ദ്രനെ വനത്തിലേക്ക് അയക്കണം 14 സംവത്സരത്തേക്ക്. ഈ സമയത്ത് ഒരു പിതാവിനുണ്ടാകുന്ന വ്യഥ നമുക്കൊക്കെ അറിയാവുന്നതാണ്. അങ്ങനെ ദശരഥന് എന്ത് ചെയ്യണം എന്ന് അറിയാൻ പറ്റാത്ത ഒരു ത്രിശങ്കു സ്വർഗത്തിലായി. ആ രാജകൊട്ടാരത്തിൽ മറ്റാർക്കും ഇത് അറിയാതിരുന്ന ഒരു സാഹചര്യത്തിലാണ് ദശരഥൻ്റെ ഈ മനോവ്യഥ അറിഞ്ഞ ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, അച്ഛൻ ഇതിനു വേണ്ടി വ്യസനിക്കേണ്ട ആവശ്യമില്ല. ഒരു പുത്രൻ്റെ ധർമ്മമാണ്. ധർമ്മം എന്ന് പറഞ്ഞാൽ ധർമ്മം പാലിക്കുക മാത്രമല്ല, ധർമ്മം പാലിപ്പിക്കപ്പെടുകയും ചെയ്യണം. സ്വയമായി ധർമ്മം പാലിക്കണം എന്നുള്ളത് ഒരു വശമാണ്. രണ്ടാമത്തെ തൻ്റെ കുടുംബങ്ങളിൽ എല്ലാവർക്കും ഈ ധർമ്മബോധനമുണ്ടാക്കണം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ മുമ്പോട്ട് വന്ന് പറഞ്ഞു, അച്ഛൻ യാതൊരു കാരണവശാലും വ്യസിക്കേണ്ട അല്ലെങ്കിൽ ദുഃഖപ്പെടേണ്ട ആവശ്യമില്ല, സങ്കടപ്പെടേണ്ട ആവശ്യമില്ല, വിഷമിക്കേണ്ട ആവശ്യമില്ല. ഞാനിതാ 14 വർഷം കാനനവാസത്തിന് വേണ്ടി പുറപ്പെടുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ പിതാവിന് ധർമ്മബോധം ഉണ്ടാക്കി കൊടുത്ത് സ്വയം പാലിക്കാൻ തയ്യാറായിട്ടുള്ള ഒരു മകുട ഉദാഹരണമാണ്, ഒരു ഉത്തമ മാതൃകയാണ് ശ്രീരാമചന്ദ്രൻ്റെ ബാല്യകാലത്തിൽ ദർശിക്കാൻ സാധിക്കുന്നത്. ധർമ്മത്തെ സംരക്ഷിക്കാൻ വേണ്ടിയാണ്
ബാലകരാമനായിരുന്ന ശ്രീരാമചന്ദ്രനും അതുപോലെ ലക്ഷ്മണനും വിശ്വാമിത്ര മഹർഷിയുടെ യാഗം സംരക്ഷിക്കാൻ വേണ്ടി വളരെ ചെറുപ്പത്തിൽ പോയത്. യാഗ സംരക്ഷണം എന്ന് പറയുമ്പോൾ യാഗത്തെ ദുർബലപ്പെടുത്താൻ വേണ്ടി, യാഗത്തെ നിഷ്പ്രഭമാക്കാൻ വേണ്ടി ചില രാക്ഷസ ശക്തികൾ അന്നും അവിടെ ഉണ്ടായിരുന്നു. ഈ രാക്ഷസ ശക്തികളെ നിഗ്രഹിച്ചുകൊണ്ട്, ധർമ്മം സ്ഥാപിച്ചുകൊണ്ട് യാഗം യാതൊരു തടസ്സവുമില്ലാതെ നടത്താൻ വേണ്ടിയുള്ള സാഹചര്യം ശ്രീരാമചന്ദ്രൻ്റെ ചെറുപ്പകാലത്ത് അവിടെ ഉണ്ടായതായിട്ട് നമുക്കൊക്കെ അറിയാവുന്ന കാര്യവുമാണ്. അങ്ങനെ ചെറുപ്പകാലം മുതൽ തന്നെ അദ്ദേഹത്തിൻ്റെ അവസാന കാലം വരെ ധർമ്മം മുറുകെ പിടിച്ചുകൊണ്ടുള്ള ഒരു ജീവിത നിഷ്ഠ, ജീവിതചര്യ നമുക്ക് രാമായണത്തിൽ എവിടെയും കാണാൻ സാധിക്കും എന്നുള്ളതാണ് മറ്റൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, സ്ത്രീ സംരക്ഷണത്തെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ചിടത്തോളം, സ്ത്രീ സുരക്ഷയ്ക്കാണ് ശ്രീരാമചന്ദ്രൻ ദണ്ഡകാരണ്യത്തിൽ പ്രവേശിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ജീവിതചര്യയിൽ പലയിടത്തും പലതരത്തിലുള്ള ദുഷ്ടശക്തികളെ നിഗ്രഹിച്ചതും അവസാനം ബാലിയെ നിഗ്രഹിക്കാൻ ഇടയായതും. ബാലിയെ നിഗ്രഹിക്കുമെന്നുള്ള ഒരു കാലഘട്ടം, ഒരു അവസരം എത്തിയപ്പോൾ ബാലി ശ്രീരാമചന്ദ്രനോട് ചോദിക്കുന്നു, എന്തിനാണ് അങ്ങനെ വധിക്കാൻ പോകുന്നത്? അങ്ങേക്ക് ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലല്ലോ എന്ന് പറഞ്ഞ സമയത്ത് ശ്രീരാമചന്ദ്രൻ പറഞ്ഞു, ധർമ്മം എന്ന് പറഞ്ഞാൽ അത് വീട്ടിൽ അനുസരിക്കേണ്ടതാണ്, പുറത്ത് അനുസരിക്കേണ്ടതാണ്, ജീവിതത്തിൽ അനുഷ്ഠിച്ച് കാണിക്കേണ്ടതാണ്. സ്വന്തം കുടുംബത്തിലുള്ള, സ്വന്തം വീട്ടിൽ തന്നെ താമസിക്കുന്ന ഭാര്യയാണെങ്കിലും, സഹോദരൻ്റെ ഭാര്യയാണെങ്കിലും, അമ്മയാണെങ്കിലും, അതുപോലെ ഭർത്താവിൻ്റെ സഹോദരിയാണെങ്കിലും അങ്ങനെ ആരെയും പീഡിപ്പിക്കാൻ പാടില്ല. അങ്ങനെ പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഭാരതീയ നീതിശാസ്ത്രം അനുസരിച്ച് അവർക്ക് വധശിക്ഷയാണ് വേണ്ടത്. അങ്ങനെയാണ് നിന്നെ ഞാൻ വധിക്കാൻ പോകുന്നത്. എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഞാൻ കോദണ്ഡം എന്നുള്ള ഈ വില്ലും ധരിച്ചുകൊണ്ട് ഇങ്ങനെ പര്യടനം നടത്താൻ കാരണം കോദണ്ഡം ധർമ്മത്തിൻ്റെ പ്രതീകമാണ്, ധർമ്മ സംരക്ഷണത്തിന് വേണ്ടിയാണ്. അങ്ങനെ ധർമ്മ സംരക്ഷണം സൂക്ഷിക്കാൻ വേണ്ടിയാണ്, കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയാണ്, സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ധർമ്മ സംരക്ഷണം നടപ്പിലാക്കാൻ വേണ്ടിയാണ് ഈ കോദണ്ഡ വില്ലും ധരിച്ചുകൊണ്ട് ഞാൻ യാത്ര ചെയ്യുന്നത്. വാസ്തവത്തിൽ ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് സ്ത്രീ സുരക്ഷ എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. ഇന്ന് ആധുനികമായി നമുക്ക് കാണാൻ സാധിക്കുന്നത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള ഒരു സംവിധാനം ഇന്ന് നിലവിലുണ്ടോ? സ്ത്രീകൾ സുരക്ഷിതരാണോ? കൊച്ചു കുട്ടികൾ മുതൽ പ്രായം ചെന്നവർ വരെ പരസ്യമായി അവർക്ക് നല്ല സ്വാതന്ത്ര്യത്തോടു കൂടി ഈ റോഡിൽ പോലും സഞ്ചരിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥയല്ലേ സംജാതമായിരിക്കുന്നത്. അതുകൊണ്ട് രാമായണത്തിലൂടെ കടന്നു പോകുമ്പോൾ ഈ സ്ത്രീ സുരക്ഷ ഏറ്റവും പ്രധാനമാണ് എന്നും കൂടി നാം മനസ്സിലാക്കണം. സാധാരണ പുത്രന്മാരെ സംബന്ധിച്ചിടത്തോളം 3 തരത്തിലുള്ള പുത്രന്മാരാണ് ഈ ലോകത്തുള്ളത്. ഒന്ന്, മാതാപിതാക്കന്മാരെ നല്ല സ്നേഹത്തോടുകൂടി പരിപോഷിച്ച് അവരുടെ സുഖദുഃഖങ്ങളിൽ പങ്കെടുക്കുന്ന പുത്രന്മാരാണ്. രണ്ടാമത്തേത്, മാതാക്കളെയും അതുപോലെ പിതാക്കന്മാരെയും സംരക്ഷിക്കാതെ അവർക്ക് വിപരീതമായി പെരുമാറുന്നവരാണ്. മാതാപിതാക്കൾ പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുന്നില്ല, മാതാപിതാക്കൾ ചിന്തിക്കുന്നതിന് അനുസൃതമായി പ്രവർത്തിക്കുന്നില്ല. അങ്ങനെയുള്ള ഒരു കൂട്ടരാണ് രണ്ടാമത്തേത്. മൂന്നാമത്തെ പുത്രന്മാരെന്ന് പറഞ്ഞാൽ മാതാപിതാക്കൾ മോശമാണ്, അവർ തങ്ങളുടെ ഒപ്പം ജീവിക്കേണ്ടവരല്ല എന്ന് പറഞ്ഞുകൊണ്ട് മാതാപിതാക്കളെ തള്ളിപ്പറയുന്നവർ മാത്രമല്ല, മാതാപിതാക്കളെ പുറത്താക്കുന്നവരാണ്. ഇന്ന് നമുക്കറിയാൻ സാധിക്കും, പല വയോജന സംവിധാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. അങ്ങനെയുള്ള കുടുംബങ്ങളിൽ, അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ കൊണ്ടുപോയി ഈ മാതാപിതാക്കളെ പാർപ്പിക്കുന്നവർ. ഇങ്ങനെ 3 തരത്തിലുള്ള മക്കളാണ് എല്ലാ കുടുംബങ്ങളിലും ഉണ്ടാവാറുള്ളത്. ശ്രീരാമചന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതിൽ ഏറ്റവും ഉത്തമമായ മാതൃകയായിരുന്നു ശ്രീരാമചന്ദ്രൻ്റെ ജീവിതത്തിൽ കൂടി കടന്നു പോകുന്നത്. സാധാരണ മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം, മൃഗങ്ങൾ മനുഷ്യനെ പോലെ ജീവിക്കുന്നു, മനുഷ്യൻ മൃഗങ്ങളെ പോലെ ജീവിക്കുന്നു. അതുകൊണ്ടാണ് സാധാരണ പറയാറുള്ളത്, ആഹാര നിദ്ര ഭയ മൈഥുനം ച സാമാന്യമേതത് പശുഭിർനരാണ ധർമ്മോഹിതേഷവും അധികോ വിശേഷോ ധർമ്മേണ ഹീന പശുഭി സമാന. ആഹാര നിദ്ര ഭയ മൈഥുനം ച. ആഹാരം കഴിക്കൽ സാധാരണ മനുഷ്യനും ആഹാരം കഴിക്കാറുണ്ട്, മൃഗങ്ങളും ആഹാരം കഴിക്കാറുണ്ട്. അതുപോലെ ആഹാരം കഴിച്ചാൽ ഒന്ന് ഉറങ്ങണം, അത് മനുഷ്യനും സ്വാഭാവികമായിട്ടുള്ളതാണ്, മൃഗങ്ങൾക്കും സ്വാഭാവികമായിട്ടുള്ളതാണ്. പിന്നെ ശത്രുക്കളെ കണ്ടു കഴിഞ്ഞാൽ ഭയം, മനുഷ്യനും ഭയമുണ്ടാകും, മൃഗങ്ങൾക്കും ഭയമുണ്ടാകും.
പിന്നെയുള്ളത് മൈഥുനം, സന്താന ഉൽപാദനം. മനുഷ്യനും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്, മൃഗങ്ങളും സന്താനങ്ങളെ ഉൽപ്പാദിപ്പിക്കപ്പെടാറുണ്ട്. പിന്നെ എന്താണ് മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം? മനുഷ്യനും മൃഗങ്ങളും തമ്മിലുള്ള വ്യത്യാസം ധർമ്മമാണ്. ധർമ്മേണ ഹീന പശുഭി സമാന. ധർമ്മമില്ലാത്ത മനുഷ്യൻ മൃഗത്തിനു തുല്യമായിട്ട് ഭവിക്കുന്നു. അതുകൊണ്ട് ശ്രീരാമചന്ദ്രനിൽ കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഈ ധർമ്മം എന്നുള്ളത് ഏറ്റവും അടിസ്ഥാനമാണെന്ന് അറിയണം. അങ്ങനെ ശ്രീരാമചന്ദ്രൻ ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഭരണം നടത്തിയിരുന്ന, ധർമ്മത്തിൻ്റെ അടിസ്ഥാനത്തിൽ വ്യവഹരിച്ചിരുന്ന ഒരു മഹാമനീഷിയായിരുന്നു. അങ്ങനെയുള്ള ഒരു രാഷ്ട്രം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. ഈ രാമരാജ്യം എന്നുള്ളത് വാസ്തവത്തിൽ ഒരു സ്വപ്നമല്ല, ഒരു കവിസങ്കല്പമല്ല. നമുക്ക് നടപ്പിലാക്കാൻ സാധിക്കുന്ന നമ്മുടെ രാജ്യത്ത് പണ്ടുണ്ടായിരുന്ന ഒരു സംവിധാനമായിരുന്നു. അങ്ങനെയുള്ള സംവിധാനത്തെക്കുറിച്ച് പറയുന്നത് ന രാജ്യം നൈവ രാജാസീത് ന ദണ്ഡ്യോ നജ ദാണ്ഡിക ധർമ്മേണൈവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പരം. ന രാജ്യം നൈവ രാജാസീത്, അവിടെ രാജ്യമുണ്ടായിരുന്നില്ല, രാജാവുണ്ടായിരുന്നില്ല. ന ദണ്ഡ്യോ നജ ദാണ്ഡിക, അവിടെ ശിക്ഷയുണ്ടായിരുന്നില്ല, ശിക്ഷിക്കപ്പെടാൻ ഒരു വ്യവസ്ഥയും ഉണ്ടായിരുന്നില്ല. കള്ളന്മാരുണ്ടായിരുന്നില്ല, പോലീസ് ഉണ്ടായിരുന്നില്ല, പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നില്ല, കോടതി ഉണ്ടായിരുന്നില്ല, ജയിലുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടായിരുന്നു. എന്നാൽ രാജ്യം നൈവ രാജാസീത്ത് എന്ന് പറഞ്ഞാൽ ഇന്ന് കാണുന്നത് പോലെ കേരളം, തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്, ഉത്തർപ്രദേശ് അങ്ങനെയുള്ള സംസ്ഥാനങ്ങളുമില്ല. ഇങ്ങനെ രാജ്യം നൈവ രാജ്യാസീത്, അവിടെ രാജാക്കന്മാരും ഉണ്ടായിരുന്നില്ല, ഭരണാധികാരികളും ഉണ്ടായിരുന്നില്ല. ഇന്നത്തെ പോലെ മുഖ്യമന്ത്രി, പ്രധാനമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, ആഭ്യന്തരമന്ത്രി അങ്ങനെയുള്ള സംവിധാനവും ഉണ്ടായിരുന്നില്ല. പോലീസും കോടതിയും ജയിലും ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് രാജ്യം നൈവ രാജാസീത് ദണ്ഡ്യോ നജ ദാണ്ഡിക ധർമ്മേണൈവ പ്രജാ സർവ രക്ഷന്തി സ്മ പരസ്പരം. അവിടെയുള്ള മുഴുവൻ പ്രജകളും ധർമ്മത്തെ മുറുകെ പിടിച്ചുകൊണ്ട് രക്ഷിച്ചു പോന്നിരുന്നു, പരസ്പരം സംരക്ഷിച്ചു പോന്നിരുന്നു. വാസ്തവത്തിൽ അങ്ങനെ ഒരു സംവിധാനം നമ്മുടെ നാട്ടിൽ പണ്ടുണ്ടായിരുന്നു. അതിനെയാണ് ധർമ്മരാജ്യം എന്ന് പറയുന്നത്. ഈ ധർമ്മരാജ്യം തന്നെയാണ് മഹാത്മാഗാന്ധി വിഭാവന ചെയ്ത രാമരാജ്യം. വാസ്തവത്തിൽ രാമരാജ്യം എന്ന് പറഞ്ഞാലും ധർമ്മരാജ്യം എന്ന് പറഞ്ഞാലും ഹിന്ദു രാഷ്ട്രം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ആ ഹിന്ദു രാഷ്ട്രത്തിലേക്ക് കടക്കാനുള്ള, രാമരാജ്യത്തിലേക്ക് പ്രവേശിക്കാനുള്ള, ധർമ്മരാഷ്ട്രത്തിലേക്ക് കടന്നു ചെല്ലാനുള്ള അവസരം സംജാതമായിരിക്കുകയാണ്. ഏറെ വിദൂരമല്ല. അതിലേക്ക് വേണ്ടി നമുക്ക് പ്രയത്നിക്കാം എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നിർത്തുന്നു. എല്ലാവർക്കും നമസ്കാരം.